ജൂബിലി വർഷത്തിൽ 5 വിശുദ്ധ വാതിലുകൾ തുറക്കാൻ വത്തിക്കാൻ. 2025 ജൂബിലി വർഷത്തിൽ ഈ വിശുദ്ധ വാതിലുകൾ തുറക്കുമ്പോൾ അതിരുകളില്ലാത്ത ദൈവകരുണ വിശ്വാസികളിലേക്ക് ഒഴുകിയെത്തും. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, റോമിൽ തന്നെയുള്ള വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്ക, മേരി മേജർ ബസിലിക്ക, റോമൻ മതിലിന് പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ ബസിലിക്ക എന്നീ പേപ്പൽ ബസിലിക്കകളിലാണ് ജൂബിലി വർഷത്തിൽ വിശ്വാസികൾക്കായി വിശുദ്ധ വാതിൽ തുറക്കുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായി തടവുകാർക്ക് ദൈവകാരുണ്യത്തിന്റെ ശക്തമായ അടയാളം നൽകുന്നതിന് ജയിലിലും ഒരു വിശുദ്ധ വാതിൽ തുറക്കുന്നതിന് പാപ്പ ഇത്തവണ തീരുമാനിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. സ്പേസ് നോൺ കോൺഫൂന്തീത് എന്ന ഔദ്യോഗിക രേഖ വഴി ഫ്രാൻസിസ് പാപ്പ നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് വിശുദ്ധ വാതിലുകൾ തുറക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കത്തീഡ്രൽ ദേവാലയങ്ങളിലും ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വാതിലുകൾ തുറക്കണമെന്ന അഭിപ്രായം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് സുവിശേഷവൽക്കരണത്തിനായുള്ള റോമൻ ഡിക്കാസ്ട്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. വിശുദ്ധ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്ക് ദണ്ഡവിമോചനത്തിനുള്ള അവസരമുണ്ടെന്ന് ഡിക്കാസ്ട്രി അറിയിച്ചു. 2024 ഡിസംബർ 24 ക്രിസ്മസ് തലേന്നാണ് 2025 ജൂബിലി വർഷത്തിന് ആരംഭമാകുക. ജൂബിലിക്ക് ഒരുക്കമായി ഈ വർഷം പ്രാർത്ഥനാ വർഷമായാണ് ആഗോള കത്തോലിക്ക സഭ ആചരിക്കുന്നത്. ഓരോ 25-ാം വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ജൂബിലി വർഷം ആഘോഷിക്കുന്നത്. 1300-ൽ ആഘോഷിക്കപ്പെട്ട ജൂബിലി വർഷം മുതൽ സഭയിലുള്ള പതിവാണ് ഇത്തവണയും തുടരുന്നത്. 2000-ലെ മഹാജൂബിലിക്ക് ശേഷമുള്ള ആദ്യത്തെ സാധാരണ ജൂബിലി വർഷമായ 2025-ൽ 35 ദശലക്ഷം ആളുകൾ വത്തിക്കാനിലെ നിത്യനഗരത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഈശോയുടെ മനുഷ്യാവതാരത്തിന് 2025 വർഷം തികയുന്നുവെന്നതാണ് ഇത്തവണത്തെ ജൂബിലി വർഷത്തിന്റെ പ്രത്യേകത.